എനിക്ക് തന്നെ ചിലപ്പോഴും തോന്നാറുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പരിസ്ഥിതി കഥകൾ വന്നിട്ടുണ്ട്, സ്ത്രീപക്ഷ കഥകൾ വന്നിട്ടുണ്ട്, ഫിലോസഫിക്കലായ കഥകൾ വന്നിട്ടുണ്ട്, വർത്തമാനകാലത്തിൻ്റെ കഥകൾ വന്നിട്ടുണ്ട്, പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ കഥകളുണ്ട്, ഫാഷിസ്റ്റ് വിരുദ്ധ കഥകളുണ്ട്. അപ്പോൾ ഇത് ഏറെ കഥകൾ ഞാൻ പോലും അറിയാതെ എഴുതിപ്പോയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പോലും പിന്നീട് നോക്കുമ്പോൾ ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം എന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആദ്യകാലത്ത് വലിയ എഴുത്തുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും എഴുതിയാൽ പുരസ്കാരം കിട്ടില്ല, ഇതൊന്നും എഴുതിയാൽ അംഗീകാരം കിട്ടില്ല, വലിയ ക്യാൻവാസിൽ വലുത് തന്നെ എഴുതണമെന്നുള്ളത്. പക്ഷേ ഞാനന്ന് ഇതൊന്നും വേണ്ട, എൻ്റേതായ ഒരു പാത ഞാൻ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഞാനത് എഴുതി. പക്ഷേ എനിക്ക് സന്തോഷമേ ഉള്ളൂ, സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം, സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. പാഠപുസ്തകങ്ങളിൽ 6ലും 7ലും കുട്ടികൾക്ക് പഠിക്കാൻ എൻ്റെ ചെറിയ കഥകളുണ്ടായിരുന്നു. ഇപ്പോൾ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എൻ്റെ ഒരു ചെറിയ കഥ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്, കോളേജിൽ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ എലിസബത്ത് ഇവിടെ വിവർത്തനം ചെയ്തതുപോലെ വിവിധ ഭാഷകളിൽ ഇതാ അവർ അറബി, ഉറുദുവിലും പിന്നെ ഇംഗ്ലീഷിലും എഴുതിയ വിവർത്തനം ചെയ്ത കഥാസമാഹാരങ്ങളാണത്. അതുപോലെ അറബിയിലടക്കം ഈ തെലുങ്കിൽ, പിന്നെ തമിഴിൽ ഇതൊക്കെ ഇത് വിവർത്തനം ചെയ്ത് പോയിട്ടുണ്ട്. തമിഴിൽ വിവർത്തനം ചെയ്ത് ഇപ്പോഴും നമ്മോടൊപ്പമില്ലാത്ത നമ്മുടെ പ്രഗത്ഭനായ സാഹിത്യകാരൻ ഈ തോപ്പിൽ മുഹമ്മദ് മീരാനാണ്. ഈ ബംഗാളിയിൽ തൃഷ്ണ പാസക് എന്ന് പറയുന്ന എഴുത്തുകാരി, വിവർത്തക, ബംഗാളിയിൽ അറിയപ്പെടുന്ന അവരാണ് എൻ്റെ ഈ കഥകൾ, മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പെരുവിരൽ കഥകൾ ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത്. മാത്രമല്ല അവർ തിരഞ്ഞെടുത്ത കഥകളുടെ ഫ്ലാഷ് ഫിക്ഷൻ്റെ മാത്രം ഒരു സമാഹാരം ബംഗാളിയിൽ ഇറക്കുകയാണ്. അടുത്ത കൽക്കട്ട ബുക്ക് ഫെസ്റ്റിവലിൽ ഈ ഫെബ്രുവരിയിൽ അത് വരും. അപ്പോഴതിൻ്റെ അർത്ഥം എൻ്റെ കഥകളായതുകൊണ്ടല്ല, ഈ രൂപം ആളുകൾ ഇഷ്ടപ്പെടുന്നു, ഈ രീതി ആളുകൾ ഇഷ്ടപ്പെടുന്നു, ചെറിയ വാക്കുകളിൽ വലിയ കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് ആളുകൾക്ക് തോന്നി എന്നുള്ളതാണ് വായനക്കാർ വർദ്ധിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു.